അനുമോള് ബിന്നിയുടെ ഹസ്ബൻഡിനോടും ബിന്നിയോടും ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ അവർ പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പുറത്തുള്ളതെന്ന് വെച്ചാൽ അവർ ഷൂട്ടിനെ പറ്റി അഭിനയത്തിനെ പറ്റിയൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയം പഠിക്കണം എന്നൊക്കെ. അങ്ങനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ടാണ് ഞാൻ അഭിനയം തുടങ്ങിയത്. അങ്ങനെ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. ഇപ്പോൾ എനിക്കതൊരു ഫാഷനായി മാറി. പിന്നെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത്. അവരിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. നീ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്ത് കാണുമെന്ന് ബിന്നിയോട് ഹസ്ബൻഡ് ചോദിക്കുന്നു. ഒരു 5-6 പ്രാവശ്യം എന്ന് പറയുന്നു. ബിന്നി പറയുന്നത് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ഉറക്കമാണ്. ഞാൻ ഒരുപാട് ലേറ്റായിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ പിന്നെ കുറേ ലേറ്റായിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ. അതിലോടും നൂറയോടും ഒക്കെ അവർ പഴയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ ജോലിക്ക് പോകുന്ന കാര്യങ്ങളും ഇങ്ങനെ മഴ പെയ്യുന്ന കാര്യങ്ങളും ബസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനീഷ് വന്നിട്ട് അനുമോളെ കുക്ക് ചെയ്യാൻ വാന്ന് വിളിച്ച്. അനുമോൾ പറഞ്ഞ് ഞാൻ വരാമെന്ന്. അപ്പോൾ അനീഷ് അങ്ങ് തിരിച്ചു പോയി. പിന്നെ ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിയുടെ കാര്യങ്ങളും സിനിമ ഫീൽഡിലുള്ള കാര്യങ്ങളും സീരിയലിന് പോകുന്ന അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് വീണ്ടും വന്ന് അനുമോളെ വിളിച്ച് അനുമോളെ വാ കുക്ക് ചെയ്യാം. അനുമോൾ പറഞ്ഞ് ഞാൻ വരാൻ ചേട്ടാ, ഞാൻ ആദിലയല്ല, എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഞാൻ വരാം, 2-3 പ്രാവശ്യം പറയണ്ട. അപ്പോൾ ചോദിക്കുന്നത് അതെന്താണ് ആദില അല്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. നിവിനാണ് ചോദിക്കുന്നത്. നിവിൻ വന്നിട്ട് ചോദിക്കുന്നത് അതെന്താണ് ആദില അല്ല എന്ന് പറഞ്ഞത് എന്ന്. ലക്ഷ്മി അനീഷും കിച്ചണിൽ എന്തൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അനീഷ് വന്ന് അനുമോളെ വിളിച്ചത്. ലക്ഷ്മി ചോദിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ, ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഇട്ടിട്ട് ഓടിയതാണോ എല്ലാവരും. അപ്പോൾ അനീഷ് ലക്ഷ്മിയോട് പറയുകയാണ് അതാണ് ഇവിടെ ഉള്ളവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.